അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമുക്കൊരു കോഡ് ഉപയോഗിച്ചിട്ട് എന്താണ് ഈ വേഗതയുടെ ഓർഡർ പഠിക്കാമെന്ന്. ഈ വേഗതയുടെ ഓർഡർ പഠിക്കുന്നതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അല്ലാണ്ട് ചുമ്മാ എന്തിനാ വേഗതയുടെ ഓർഡർ പഠിക്കുന്നത്? വേഗതയുടെ ഓർഡർ പഠിച്ചാൽ വേഗത മാത്രമല്ല, വേഗതയുടെ ഓർഡർ പഠിച്ചാൽ എന്തൊക്കെയാണ്? വേഗത, പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം, ഇങ്ങനെ 3 കാര്യത്തിനും സെയിം ഓർഡറാണ്. അപ്പോൾ ഒരു സാധനം പഠിച്ചാൽ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ 1 മാർക്കിനുള്ളത് പഠിച്ചാൽ എന്ത് കിട്ടും? 3 മാർക്കിനുള്ളത് എന്താണ് കിട്ടും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല. എങ്ങനെയാണ്? ഇവിടെ ഈ ചിത്രം നോക്കിയാൽ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓർഡർ എങ്ങനെയാണ്. എന്തൊക്കെ നമുക്ക് ഏതൊക്കെ മാധ്യമം ഉണ്ടെന്ന് ആദ്യം നോക്കാം. വായു അല്ലെങ്കിൽ എയർ, ജലം അല്ലെങ്കിൽ വാട്ടർ, ഗ്ലാസ് അല്ലെങ്കിൽ എന്താണ്, പിന്നെ ഡയമണ്ട്. ഇങ്ങനെ 4 മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. ഈ 4 മാധ്യമങ്ങളിലും എന്താണ് വേഗത ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ വേഗതനെ പറ്റി നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം പഠിച്ചിട്ട് പോവാം. എന്താണ്? അപ്പോൾ നമുക്ക് ഒരു ടീച്ചർക്കുള്ള ഒരു കഴിവായിരിക്കും എന്താണ്, ഒരു ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാം അല്ലേ? അതേപോലെ തന്നെ ഒരു കോച്ചിനുള്ള കഴിവാണ് എന്ത്, ഒരു ടീമിലെ പ്ലെയേഴ്സിനെ കൺട്രോൾ ചെയ്യാം. ഇതേപോലെ നമ്മുടെ മാധ്യമം അല്ലെങ്കിൽ നമ്മുടെ മീഡിയത്തിനൊരു കഴിവുണ്ട്. ആ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന എന്താണ് വെളിച്ചത്തിനെ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ വേഗതയെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ. അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല എന്നല്ല, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കറക്റ്റ് പറയേണ്ട ആവശ്യമില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഉള്ള കഴിവുണ്ട്. അപ്പൊ ഈ കഴിവാണ് എന്ത് ശരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ പ്രകാശിക സാന്ദ്രത. ഒന്ന് നോക്കിയാലോ, ഒരു മാധ്യമത്തിലൂടെ പ്രകാശ വേഗതയെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനാണ്. ആരാ കഴിവ്? മാധ്യമത്തിന്റെ കഴിവിനാണ് എന്ത് പറയുന്നത്? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുന്നത്. അപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞാലോ, ദി എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് ഒരു മീഡിയത്തിന്റെ കഴിവാണ്, ആ മീഡിയത്തിലൂടെ സഞ്ചരിക്കുന്ന വെളിച്ചത്തിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മീഡിയത്തിന്റെ കഴിവാണ് എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, എന്തിനാണ് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറഞ്ഞത്? ഇപ്പൊ നമ്മളെ പല കേസുകൾ എടുക്കാം. ആദ്യം തന്നെ ഈ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡും തമ്മിലുള്ള ബന്ധം നോക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പീഡ് ആയിരിക്കാം എയറിനല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനാവോ? അല്ല, ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാവും? ഡയമണ്ടിനാവും. എന്താണ്? ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആൾക്ക് ഏറ്റവും കുറവായിരിക്കും എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള എയറിന് ഇവിടെ എന്താണ്? ഏറ്റവും കുറവായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ ഏറ്റവും കുറവ് സ്പീഡുള്ള ആരാ? ഡയമണ്ട്. അപ്പോൾ ഡയമണ്ടിന് എന്താണ്? ഏറ്റവും കൂടുതലായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ ഓടി എന്ന് എഴുതി, സ്പീഡിനെ എന്താണ്? എസ് എന്ന് എഴുതി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് കുറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കുറയുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഈ ഒരു സാധനം സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന പ്രകാശിക സാന്ദ്രത, അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം? ഒന്ന് ഓർത്ത് വെക്കാം മക്കളെ. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാ നമ്പറുകളും പഠിക്കണം. വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? എയറിൻ്റെത് മാത്രം പഠിക്കാം. അതായത് എയറിലൂടെ നമ്മളെ ലൈറ്റ് പോകുമ്പോൾ അതിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸. പറഞ്ഞോ, എത്രയാണ്? 3 × 10⁸. ഓർത്ത് വെച്ചോ, തെറ്റിക്കരുത്. എപ്പോഴും ആവശ്യമില്ലാണ് എയറിലൂടെ പോകുമ്പോൾ ലൈറ്റ് പോകുമ്പോൾ അതിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸. പിന്നെ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ 2 × 10⁸. 3 ഒന്ന് കുറച്ച 2. അപ്പോൾ എയറും ഗ്ലാസും നമുക്ക് ഓർമ്മ കിട്ടും. നോർമലി ഓർമ്മ കിട്ടിക്കോളും, വലിയ സീനൊന്നും ആക്കാനില്ല. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിനല്ലേ മീഡിയത്തിന് ഏറ്റവും കുറവായിരിക്കും സ്പീഡ്. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിന് ഏറ്റവും കൂടുതലായിരിക്കും സ്പീഡ്. ഓർത്ത് വെച്ചോളി. ഇനി നമ്മൾ പറഞ്ഞ കോഡിലേക്ക് പോവാം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഫസ്റ്റ് അക്ഷരം മാത്രം എടുക്കാം. എയറിൻ്റെ ഞാൻ എന്തെടുത്തു? എയറിൻ്റെ ഫസ്റ്റ് അക്ഷരമായ AI എടുത്തു. വാട്ടറിൻ്റെ WA എടുത്തു. ഗ്ലാസിന്റെ GLA എടുത്തു. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് കൂട്ടി? MOUR. പിന്നെന്താണ്? ഡയമണ്ടിന്റെ DIA എടുത്തു. ഒന്ന് വായിച്ചേ, ഇത് വായിച്ചാൽ എന്ത് കിട്ടും? ഗ്ലാമർ ദിയ എന്ന് പറഞ്ഞ ആരോ അടിപൊളിയാണ്, നല്ല ഗ്ലാമർ ഉണ്ട്. ആ ഒരു വാക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലേ? ഗ്ലാമർ ദിയ. എന്ന് ഒരാൾ അടിപൊളിയായ ഒരു സാധനം ഒരാളെ കണ്ടാൽ നമ്മൾ എന്ത് പറയും? അയാൾ അടിപൊളിയാണല്ലോ. അതേപോലെ ഗ്ലാമർ ആയിട്ടുള്ള ആളാണ് ദിയ അല്ലെ. അപ്പോൾ ആരാണ്? എയർ ആണ് അല്ലെ. എയർ ആണ്. ആരാണ്? വാട്ടർ ആണ്. ഗ്ലാമറിന്റെ ആരാണ്? ഗ്ലാസ് ആണ്. ദിയ ആരാണ്? ഡയമണ്ട് ആണ്. അപ്പോൾ ഈ ഓർഡർ നോക്കിക്കേ. അപ്പൊ നമുക്ക് ഈ ഓർഡർ ഈ ഒരൊറ്റ കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രകാശിക സാന്ദ്രതയുടെയും അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെയും വേഗത സ്പീഡിന്റെയും എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ എഴുതാൻ പറ്റും.
നമ്മൾ ആദ്യം നേരെ ഒരു വര വരയ്ക്കുക, 2 വര വരച്ച നേരെ നേരെ 2 വര വരയ്ക്കുക. ഒന്ന് ഇവിടേക്ക് ഹെഡ് കൊടുക്കുക, ഒന്ന് ഇവിടേക്ക് ഹെഡ് കൊടുക്കുക. ഹെഡ് ഏത് ഭാഗത്തേക്കാണോ തല ഉള്ളത് അയാളായിരിക്കും എന്ത് ടോപ്പ്. തലയാണല്ലോ നമ്മളെ ടോപ്പ്. ഏത് ഭാഗത്തേക്കാണോ ഈ തല ഉള്ളത് അയാളായിരിക്കും ടോപ്പ്. അപ്പം ഏറ്റവും ടോപ്പ് സ്പീഡായിരിക്കുക എയറിനാണ്. അപ്പം ടോപ്പ് വരുന്ന ഭാഗത്ത് എന്താണ് ഇവിടെ സ്പീഡ് എഴുതുക, ഇവിടെ ആരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എഴുതുക, ഓടി എഴുതുക. അപ്പം എന്ത് ചെയ്യാം, ഏറ്റവും ടോപ്പ് സ്പീഡ് ആർക്കാണ്, തല വരുന്ന ആരാ, എയർ തലയാ. അപ്പോൾ സ്പീഡിന്റെ കേസിൽ തല ആരാ, എയർ ആണ്. അപ്പോൾ ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ കേസിൽ തല ആരാ, ഏറ്റവും ടോപ്പ് ആരാ, ഡയമണ്ട് ആണ്. അപ്പോൾ സ്പീഡ് കൂടിയാക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും, സ്പീഡ് കുറഞ്ഞാക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്, കൂടുതലായിരിക്കും. ഓക്കെ, 2 വര വരച്ചാൽ നമുക്ക് 2 മാർക്കം കിട്ടി. ഇനി നിങ്ങളോട് എന്തൊക്കെ ചോദിക്കും ഇവിടുന്ന് എന്തൊക്കെ ചോദിക്കാം, ഇവിടുന്ന് എന്താ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ എഴുതാൻ പറയും. അപ്പൊ എന്ത് ചെയ്തുക, ഐ വ അമർ ദിയ എഴുതി വെച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ആൾ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ എന്താ, എയറിനാണല്ലോ ഏറ്റവും കുറവ്, വാട്ടറിനാണല്ലോ രണ്ടാമത്, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. ഇപ്പൊ എന്താ, ഒന്നുമില്ല. ഏത് ഭാഗത്തേക്കാണോ ഈ ചിഹ്നം നോക്കിയോ, ഏത് ഭാഗത്തേക്കാണോ വായ തുറന്ന് കിടക്കുന്നത്, ഏത് ഭാഗത്തേക്കാണോ വായ തുറന്ന് കിടക്കുന്നത് അവിടെ ആയിരിക്കും എന്ത് കൂടുതൽ. ഇനി ഇതെന്തിന്റെ ഓർഡറില, ഏറ്റവും ഇവിടെ ആരാ ഏറ്റവും കുറവായിരിക്കും എയറിനും, ഏറ്റവും കൂടുതൽ ഡയമണ്ടിനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ എന്താ ഇനി സ്പീഡിന്റെ ഓർഡറിൽ എഴുതാൻ പറ്റിയ എന്താ, ഈ സാധനം നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഉള്ള സാധനം ഐ ഇങ്ങനെ ഇടുക, വാട്ടർ, പിന്നെ ഗ്ലാസ്, അങ്ങനെ 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 എഴുതി പോയാൽ മതി. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 മാർക്ക് ഉറപ്പിച്ചു വെച്ചോ. ഏറ്റവും വാ തുറന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് എന്താണ് കൂടുതൽ, വാ തിരിഞ്ഞു കിടന്നാൽ എന്താണ്, ഏത് ഭാഗത്തേക്കാണോ വാ പൂടിക്കിടക്കുന്നത് അല്ലെങ്കിൽ മൂടിക്കിടക്കുന്നത് അയാൾ എന്താണ് കുറവ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ അല്ലെ പ്രകാശിക സാന്ദ്രത കൂടിയ മീഡിയത്തിന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം അല്ലെങ്കിൽ എന്ന് പറയും. അപ്പൊ ആ മീഡിയത്തിനാണ് ആര് കൂടുക, ആ മീഡിയത്തിന് ആര് കൂടും, ആരും കൂടില്ല. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ അവിടെ സ്പീഡ് കുറയും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞാൽ എന്ത് കൂടും, അവിടെ സ്പീഡ് കൂടും. കുറയുമ്പോൾ കൂടും, കൂടുമ്പോൾ കുറയും. അവർ ഐഡിയ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും പഠിച്ചതും ഒക്കെ എന്താണ്, അപവർത്തനം അല്ലെങ്കിൽ എന്താണ്, റിഫ്രാക്ഷൻ ആണ് അല്ലെ. റിഫ്രാക്ഷൻ അല്ലേ പഠിച്ചത്. എന്താണ് ഈ റിഫ്രാക്ഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞൊന്നുമില്ല. നമ്മൾ കുരിശെടുക്കാം, കുരിശ് വർത്താനം എടുക്കാം. ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അങ്ങ് വരുമ്പോൾ എന്താണ്, ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ചരിഞ്ഞു പോകും. കുരിശിന്റെ മുകൾ ഭാഗത്തേക്ക് ലൈറ്റ് വരും, സൈഡിലേക്ക് എത്തുമ്പോൾ ചരിഞ്ഞു പോകും. അപ്പൊ എന്താണ്, ചുമ്മാ അങ്ങനെ എടുത്താൽ പറ്റുമോ, അല്ല. അതെന്താണ്, 2 മാധ്യമമായിരിക്കണം. അതായത് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള 2 മാധ്യമം ആയിരിക്കണം. അതായത് ഒന്ന് എയർ ആണെങ്കിൽ അടുത്ത് വാട്ടർ ആയിരിക്കണം, ഒന്ന് വാട്ടർ ആണെങ്കിൽ അടുത്ത് ഡയമണ്ട് ആയിരിക്കണം, ഒന്ന് വാട്ടർ ആണെങ്കിൽ അടുത്ത് എയർ ആയിരിക്കണം. അങ്ങനെ എന്താണ്, മുകളിലും താഴെ എന്താണ്, അല്ലെങ്കിൽ സൈഡിലോ എവിടെയാണെങ്കിലും എന്താണ്, 2 മാധ്യമങ്ങൾ ഉണ്ടാവണം. ഒറ്റ മാധ്യമത്തിന് നടക്കുക എന്താണ്, റിഫ്ലക്ഷൻ ആണ്. 2 മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, റിഫ്രാക്ഷൻ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ആദ്യത്തെ കാര്യം 2 മാധ്യമം വേണം. അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വരുന്ന വെളിച്ചം എന്താണ്, അതിന്റെ സർഫസിൽ അല്ലെങ്കിൽ എന്താണ്, സർഫസ് ഓഫ് സെപ്പറേഷൻ. അതായത് ഇപ്പൊ ഒരു ഗ്ലാസ് എടുത്താൽ ഗ്ലാസ്സിൽ വെള്ളം, അതായത് എയറും ഉൾഭാഗത്തും താഴെ വാട്ടറും ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമാണെങ്കിൽ ഇവിടെ മുകളിലാരാ, എയറാണ്, ഇവിടെ വാട്ടറാണ് അല്ലെ. ഈ ഒരു ബോർഡർ ആണ് എന്ത്, സർഫസ് ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ്, ആ വിഭജന തലം. അല്ലെങ്കിൽ എവിടെയാണ് ആ വിഭജിക്കുന്നത്, ആ വിഭജന തലത്തിൽ വെച്ചിട്ട് എന്താണ്, വ്യതിയാനം സംഭവിക്കും. പാതയ്ക്ക് എന്താണ് വ്യത്യാസം, അതിന്റെ പാത്ത് എന്ത് ചെയ്യും, ഒന്ന് ഡീവിയേറ്റ് ചെയ്യും, ഒന്ന് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അതൊക്കെ പോട്ടെ, ജസ്റ്റ് എന്ത് മനസ്സിലാക്കുക, പിന്നെ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലീക്ലി എന്താണ്, ചരിഞ്ഞ് വരണം. നേരെ വന്നാൽ ഒന്നും നടക്കൂലേ. നേരെ വന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, കഴിഞ്ഞ ക്ലാസ് കാണാത്തതിൽ പോയി കണ്ടോളി. എന്താണ്, നേരെ വന്നാൽ നേരെ തന്നെ പോകും. ഓക്കെ, ഒബ്ലീക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്. അവിടെ എന്താണ്, 2 മാധ്യമങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ അറ്റ് ദ സർഫേസ് ഓഫ് സെപ്പറേഷൻ. അതായത് വിഭജന തലത്തിൽ വെച്ചിട്ട് എന്താണ്, അതിന്റെ ഏത് ഇതാണോ, ഇപ്പോൾ വെള്ളവും എയറും ആണെങ്കിൽ അത് എവിടെയാണോ ആ കട്ടിങ് വരുന്നത് അവിടെ വെച്ചിട്ട് എന്താണ്, അതെന്ത് ചെയ്യും, ഡീവിയേറ്റ് ചെയ്യും. ഈ ഫിനോമിനയാണ് അല്ലെങ്കിൽ ഈ പ്രോസസ്സാണ്, ഈ പരിപാടിയാണ് എന്ത്, റിഫ്രാക്ഷൻ. ഓക്കെ, ഓർത്ത് വെച്ച് എളുപ്പല്ലേ. ഒന്നുമില്ല, വെളിച്ചം ചരിഞ്ഞു വരുന്നു, വിഭജന തലത്തിൽ എത്തുന്നു, 2 മാധ്യമങ്ങളുണ്ട്. ആ 2ാമത്തെ മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യും, ആ നേരെ പോകേണ്ട വര ചരിഞ്ഞങ്ങ് പോകും. എളുപ്പമാണല്ലോ. ഓക്കെ, ഇനി ആര് ചോദിച്ചാലും എപ്പോൾ എഴുതാൻ പറഞ്ഞാലും എളുപ്പത്തിൽ എഴുതണം. ഇത് നിങ്ങളെ ഭാഷയിൽ അങ്ങ് എഴുതിക്കോ. 2 മാധ്യമം വേണം, എന്താണ്, വിഭജന തലം വേണം, പിന്നെ എന്താണ്, ചരിഞ്ഞു പോകണം, നേരെ പോകരുത്, ചരിഞ്ഞു പോകണം, ഡീവിയേറ്റ് ചെയ്ത് പോകണം. ഇത്രയും കാര്യങ്ങൾ വെച്ച് സ്വന്തം ഭാഷയിൽ അങ്ങ് എഴുതാം. ആരും തെറ്റിടാനൊന്നും പോകുന്നില്ല എന്ന് വെച്ച് ഓവർ ക്രിയേറ്റിവിറ്റി കയറ്റി കുളമാക്കിയത്. ഓക്കെ,
നമുക്ക് സിമ്പിളായിട്ട് റിഫ്രാക്ഷൻ പഠിച്ചു അല്ലേ? ഇനിയിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഒരു സാധനം പഠിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ്? അപവർത്തനാങ്കം. അപ്പോൾ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാൽ വലിയ സംഭവം ഒന്നുമില്ല, അത് ചെറിയ എന്താണ്, ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ്? ഒരു അനുപാതമാണ്. എന്താണ്? നമ്മളെ ഈ മാധ്യമത്തിലും ശൂന്യതയിലും അല്ലെങ്കിൽ ശൂന്യതയിലും മാധ്യമത്തിലുള്ള എന്താണ് വേഗത്തിന്റെ ഒരു അനുപാതമാണ്. അനുപാതം എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ. ഒന്നുമില്ല, ഒരു നമ്പർ ആയിരിക്കും സിമ്പിളായി പറഞ്ഞാൽ. എങ്ങനെ പറയാം? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. വേക്കം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ശൂന്യതയിലുള്ള വേഗം ബൈ എന്താണ്? ഏത് മാധ്യമത്തിലൂടെയാണോ ലൈറ്റ് കടന്നു പോകുന്നത് അവിടെയുള്ള വേഗം. ശൂന്യതയിലുള്ള വേഗം. നമ്മളെ ശൂന്യത പറഞ്ഞാൽ എന്താ? അവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നും ഉണ്ടാവില്ല, ലൈക്ക് ഗ്യാസസും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ തന്നെ വിചാരിച്ചോളി. പക്ഷെ എന്താണ്? അവിടെ കൂടെ എന്ത് കടന്നു പോവും? ലൈറ്റ് കടന്നു പോവും. അങ്ങനെ ലൈറ്റ് കടന്നു പോകുന്ന സ്ഥലമാണ് ശൂന്യത. അതായത് വേറെ ഒന്നും ഉണ്ടാവില്ല, എയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ്? അവിടെ ലൈറ്റ് കടന്നു പോകും. അങ്ങനെ ശൂന്യതയിലും എന്താണ്? ശൂന്യതയിലെ വേഗം എന്ന് നോക്കിയാൽ നേരത്തെ നമ്മൾ പഠിച്ച ഒരേ വേഗമാണല്ലോ, 3 × 10⁻⁸ ഞാൻ പഠിച്ചു വെച്ചെന്ന് പറഞ്ഞല്ലേ, അതേ വേഗം തന്നെയായിരിക്കും എവിടെയും ശൂന്യതയിലും ഉണ്ടാവുക. ശൂന്യതയിലും എയറിലും സെയിം വേഗമാണ്. ഓക്കെ, എന്താണ്? 3 × 10⁸. അപ്പൊ നമ്മൾ ഈ ഒരു സാധനം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എന്താണ് പറഞ്ഞോ? എന്തായിരിക്കും? അതൊരു റേഷ്യോ ആണ് അല്ലെങ്കിൽ ഒരു അനുപാതമാണ്. എന്തിൻ്റെ ഒക്കെ അനുപാതമാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശവേഗം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം അല്ലെങ്കിൽ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. അപ്പൊ എങ്ങനെ എഴുതാം? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം. അപ്പൊ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ എഴുതാം n എന്നാണ് എഴുതുന്നത്. n എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേഗത്തിന് നമ്മൾ c എന്ന് ഡിനോട്ട് ചെയ്യും. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയത്തിനെ v എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ c ഡിവൈഡഡ് ബൈ v. അപ്പൊ c എപ്പോഴും ഇനി ഏത് കാര്യങ്ങളായിക്കോട്ടെ, ഏത് മീഡിയ ആയിക്കോട്ടെ, c എപ്പോഴും എന്താണ്? c പഠിച്ചു വെച്ചോ. c സീക്വൽ എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വേഗതയാനെ കൊണ്ട് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ അല്ലെങ്കിൽ അപവർത്തനാങ്കത്തിന്റെ എന്താണ് യൂണിറ്റ്? എന്തായിരിക്കും യൂണിറ്റ്? സിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്, വിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പൊ അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആവണ്ടേ? ആണോ? അല്ല. അങ്ങനെയാവുക. അപ്പൊ നമ്മൾ n = എന്താണ്? c ഡിവൈഡ് ബൈ v അല്ലേ? അപ്പൊ c എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡും മറ്റേതും എന്താണ്? എന്തോ ഒരു നമ്പർ പെർ മീറ്റർ/സെക്കൻഡും അല്ലെ? മീറ്റർ/സെക്കൻഡ് കട്ട് ചെയ്തു പോകും. അപ്പൊ ഇതിനെന്താണ്? യൂണിറ്റ് ഇല്ല. അത് വെറും ഒരു നമ്പർ ആയിരിക്കും. ആരെങ്കിലും നിങ്ങളോട് എന്താ അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ യൂണിറ്റ് എന്താന്ന് വെച്ചാൽ ചാടി കയറി മീറ്റർ/സെക്കൻഡ് ഒന്നും പറഞ്ഞേക്കരുത്. എന്താണ്? അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, സിമ്പിൾ ആണല്ലോ. പേജ് ഒന്ന് നോക്കിയേ. പേജ് ഒക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്തൊക്കെ മനസ്സിലാവും? അതിന് എന്തുകൊണ്ടാണ് ഡിനോട്ട്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം അല്ലെങ്കിൽ ശൂന്യതയിലെ പ്രകാശവേഗം c എന്ന് ഡിനോട്ട് ചെയ്യുന്നു, മാധ്യമത്തിലെ പ്രകാശവേഗം v എന്ന് ഡിനോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ അപവർത്തനാങ്കം എന്താണ്? n = എന്താണ്? c/v ആയിരിക്കും. c എപ്പോഴും എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത കുറച്ച് പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞുതരാം. ഒന്നെന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അതായത് എന്താണ്? അതിനെന്താണ്? എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, അതിനെന്താണ്? യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ എയറിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ് വായുവിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? 1 ആയിരിക്കും. അല്ലെങ്കിൽ വായുവിലെ മാത്രമല്ല വാക്കത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ 1-നേക്കാട്ടും കുറഞ്ഞൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം ഇല്ല. ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ തന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നു, ഏതോ ഒരു മീഡിയം വന്നു, ക്രിപ്റ്റോൺ ആയിക്കോട്ടെ, നമ്മളെ സൂപ്പർമാനൊക്കെ ഇതാക്കുന്ന ക്രിപ്റ്റോണൈറ്റ് അല്ലേ, അതൊരു മീഡിയ ആക്കി എടുക്കാം. ഡയമണ്ട് ഒക്കെ പോലത്തെ ഒരു മീഡിയ. ക്രിപ്റ്റോണൈറ്റിലൂടെ എന്താണ്? ക്രിപ്റ്റോണൈറ്റ് സൂപ്പർമാൻ അറിയാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ ക്രിപ്റ്റോണൈറ്റിലൂടെ വെളിച്ചം കടന്നു പോകുമ്പോൾ അതിന്റെ വേഗതയൊക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ്? നിങ്ങൾ കറക്റ്റ് വേഗത ഒന്നും തരുന്നില്ല. നിങ്ങളോട് കുറച്ച് ഓപ്ഷൻ തന്നു. 0.1, 0.2, 0.9, 1.2, എന്താണ് 0.5. ഇതിൽ ഏതായിരിക്കും നിങ്ങളോട് ഗസ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളോട് ജസ്റ്റ് ആൻസർ ചെയ്യാൻ പറയാണ്. ഏതായിരിക്കും ഈ ക്രിപ്റ്റോണൈറ്റിന്റെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ, അപവർത്തനാങ്കം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയേണ്ടി വരും? ഓക്കെ, കുറെ നമ്പർ ഉണ്ട്, ഒരു ഡീറ്റെയിൽസ് ഒന്നുമില്ല, ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ നിങ്ങളോടൊന്ന് ചോദിച്ചത് എന്താണ്? ബാക്കി സംഖ്യകളൊക്കെ 0.1, 0.2, 0.9 എന്തെങ്കിലും ആയിക്കോട്ടെ, ഒറ്റൊരു സംഖ്യ മാത്രം 1ന്റെ മുകളിലുള്ളൂ. 1.2 ഞാൻ പറഞ്ഞതിൽ അല്ലേ?
അപ്പൊ ഈ 1.2 ആയിരിക്കും എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കാരണം വാക്വത്തിനെക്കാട്ടും താഴോട്ട് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇല്ല എന്ന് ഞാൻ എന്ത് ചെയ്തു നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അതൊക്കെയാണോ? ഓക്കെ, ഇനി അത് നമ്മൾ കുറച്ച് മാധ്യമങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടുപിടിച്ചാലോ, അല്ലെങ്കിൽ അപവർത്തനകം കണ്ടുപിടിച്ചാലോ? ഓക്കെ, എന്തിന്റെ കേസ് ഇവിടെ തന്നിട്ടുണ്ട്? നമ്മളെ എയറിന്റെ കേസ് തന്നിട്ടുണ്ട്. ഈ ഗ്ലാസിന്റെ കേസ് എടുക്കാം. നമുക്ക് എന്താണ് ഗ്ലാസിൻ്റെ എടുക്കാം. ഗ്ലാസിന്റെ എന്താണ് N ഈസ് ഈക്വൽ ടു എന്താണ് C ഡിവൈഡഡ് ബൈ V ആണ് അല്ലെ. C എത്രയാണ്? 3 × 10⁸ ആണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. V എത്രയാണ് ഇവിടെ തന്നത്? 2 × 10⁸. അതായത് ഞാൻ ഈ സാധനം എടുത്ത് എഴുതി V എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, C ഓൾറെഡി 3 × 10⁸. 10⁸ 10⁸ കട്ട് ചെയ്യാലോ. 3 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 3/2 എത്രയാ? 3ന്റെ പകുതി എത്രയാടാ? 3ന്റെ പകുതി എത്രയാ? 1.5 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? N എത്രയായിരിക്കും? 1.5 ആയിരിക്കും. ഓക്കെ, ഇനി വെള്ളത്തിന്റെ കേസ് കണ്ടാലോ? വെള്ളത്തിന്റെ കേസ് എങ്ങനെയാണ്? വാട്ടറിന് എന്താണ്? സെയിം ഇക്വേഷൻ, N ഈസ് ഈക്വൽ ടു C ബൈ V. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇക്വേഷൻ എഴുതാൻ നിൽക്കരുത് കേട്ടോ. ഇക്വേഷനും എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഇക്വേഷന്റെ ഫോം എഴുതി വെക്കുക. കാരണം ഇക്വേഷൻ എഴുതുന്നതിനൊക്കെ മാർക്കുണ്ടേ. ഓക്കെ, അപ്പൊ 3 × 10⁸ എപ്പോഴും സെയിം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ 2.25 × 10⁸ അല്ലേ. 3 ഡിവൈഡഡ് ബൈ എന്താണ് 2.25 എന്ന് കിട്ടും. 3 ഡിവൈഡഡ് ബൈ 2.25. ഇത് 1.33 ആണ് കിട്ടുക. നമുക്ക് ഡിവിഷൻ ഇവിടെ കാണിച്ചു തരാം. 1.33 ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3 ഡിവൈഡഡ് ബൈ 2.25. 3ൽ എത്ര പ്രാവശ്യം പോവും? ഒരു തവണ പോവും. അപ്പൊ എത്രയാണ്? 2.25 അല്ലേ. 3ൽ എത്ര പ്രാവശ്യം പോവും? ഒരു തവണ പോവും. 2.25. ബാക്കി എത്ര ഉണ്ട്? അല്ല, ഇത് വേണ്ട. 1.333 എന്ന് പഠിച്ചാൽ മതി. ഇത് ഒരുപാട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. ഈ സാധനം പഠിക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 1.33. ഓക്കെ, അത് ജസ്റ്റ് ഇനിയിപ്പം കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. 3ലേക്ക് എത്ര ബാക്കി ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് എന്താണ് അങ്ങനെ ജസ്റ്റ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. എന്ന് മാത്രം ഓർത്ത് വെക്കുക. 1.33 ആണ് ഓർത്ത് വെക്കുക. വെറുതെ അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട. 1.33 ആണ് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താണ്? ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അതിലൂടെയുള്ള സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചത്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അതിലൂടെയുള്ള സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മളെ സെയിം ഇക്വേഷൻ എടുത്താലോ? N ഈസ് ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ V. N ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ V. N ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ V. പഠിച്ചോ ഓർത്ത് വെച്ചോ. N ഈസ് ഈക്വൽ ടു C ഡിവൈഡ് ബൈ V. C എന്താണ്? 3 × 10⁸ m/s ആണ്. V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ? N ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s ഡിവൈഡ് ബൈ V. അപ്പം N എത്ര തന്നിട്ടുണ്ട്? 2.4 തന്നിട്ടുണ്ട്. 2.4 × V is equal to 3 × 10⁸ m/s. അപ്പോൾ V എത്രയാണ്? 3 × 10⁸ m/s ഡിവൈഡ് ബൈ 2.4. ഓക്കെ, ഇങ്ങനൊരു സാധനം കണ്ടാൽ അയ്യോ ഇത് 3 × 10⁸ ഒക്കെ വന്നല്ലോ, ഞാനത് എങ്ങനെ ചെയ്യും? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അയ്യോ 3 × 10⁸ ഒക്കെ വന്നല്ലോ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവണ്ട, ടെൻഷൻ ആവണ്ട, അങ്ങനത്തെ ഒരു പാനിക്കില്ല. ഇങ്ങനെ എന്ത് വന്നാലും അയാൾ അങ്ങ് മാറ്റി വെക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3 ഡിവൈഡ് ബൈ 2.4 ചെയ്തിട്ട് ഉത്തരത്തിൽ എന്ത് ചെയ്താൽ മതി? 10⁸ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, 3 ഡിവൈഡ് ബൈ 2.4 ചെയ്തിട്ട് 10⁸ അങ്ങ് എഴുതി കൊടുത്താൽ മതി. 3 ഡിവൈഡ് ബൈ 2.4 എങ്ങനെ ചെയ്യും? അത് എളുപ്പമാണ്. 3 ഡിവൈഡ് ബൈ 3 എത്ര പ്രാവശ്യം പോവും? ഒരു പ്രാവശ്യം പോവും. 2.4 പോവും. അപ്പം 3 - 2.4 എത്രയാണ്? 0.6 ആണ്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ 30 - 24 എത്രയാണ്? 6 ആണ് വരുന്നത്. 6 ആണ്, പക്ഷെ പോയിന്റ് മൈനസ് ചെയ്താൽ 0.6 ആണ്. 0.6 പോവോ? ഇല്ല. × 10 ചെയ്യണ്ടേ? × 10 ചെയ്യുമ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എത്രയാണ്? 6 എത്ര പ്രാവശ്യം പോകും? 2.6, 4.8, 7.2. അപ്പോൾ 2 പ്രാവശ്യമല്ലേ പോകുള്ളൂ. 2 പ്രാവശ്യമല്ലേ പോകുള്ളൂ. അതായത് 2 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ എത്രയാണ്? 4.8. 4.8 എത്ര പ്രാവശ്യം പോവും? സോറി, 4.8. 6 - 4.8 എത്രയാ? കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്ത് ചെയ്യുക? 60 - 48 ചെയ്തോ? 12 കിട്ടിയല്ലോ. അപ്പോൾ അത് ശരിക്കും എത്രയാണ്? 1.2 ആണ്. 1.2 2.4 പോവോ? ഇല്ല. എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒന്നുകൂടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ ഓൾറെഡി പോയിന്റ് ഇട്ടതിനെ കൊണ്ട് അതിനിപ്പം പിന്നെ വേറെ പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ 12ൽ 2.4 എത്ര പ്രാവശ്യം പോവും? 2.4 × 10 എത്രയാടാ? 2.4 × 10 24 അല്ലേ? 24ന്റെ പകുതിയല്ലേ 12. ഇപ്പോൾ 10ന്റെ പകുതി ആയിരിക്കും എന്ത് ചെയ്യുക? 2.4 × 5 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? 12 കിട്ടും. ഇവിടെ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ? നമ്മൾ V is equal to 3 × 10⁸ ഡിവൈഡഡ് ബൈ എന്താണ്? 2.4. ഉത്തരം എന്താണ്? 1.25 × 10⁸.
ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇതിന് യൂണിറ്റ് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഇല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ഇതിന് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ട്. കാരണം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച വി ആണ്, വേഗമാണ് കണ്ടുപിടിച്ചത്. വേഗത്തിന് എന്താണ് യൂണിറ്റ് ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് എന്താണ് ഒരു കടയിൽ പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് 1 മീറ്റർ അരി വേണം, 1 മീറ്റർ അരി വേണം എന്ന് ചോദിച്ചാൽ എന്താ തരിക? അതെങ്ങനെ 1 മീറ്റർ അരി തരിക? അപ്പോൾ 1 കിലോഗ്രാം അരി വേണമെന്ന് തന്നെ ചോദിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനിങ്ങനെ നടന്നൊരു സ്ഥലത്ത് പോവാ, എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ എത്ര ദൂരം നടന്ന്? ഞാൻ എന്ത് ചെയ്തു? ഞാൻ 1 കിലോഗ്രാം നടന്നു. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാറിയില്ലേ? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആയി. അപ്പോൾ യൂണിറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എല്ലാ പ്രോബ്ലത്തിനും എന്താണ് യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തോർക്കുക, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് തെറ്റിച്ചാൽ മാർക്ക് പോയി, അർത്ഥം അങ്ങ് മാറി. 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡിന് പകരം, വേഗത്തിന് പകരം 1.25 × 10⁸ മീറ്ററിന് എഴുതി വെച്ചാൽ എന്തായി? അത് വേഗം മാറി ദൂരായി. അപ്പോൾ കടയിൽ പോയിട്ട് 1 കിലോ എന്ന് ചോദിക്കുന്നതിന് പകരം 1 മീറ്റർ എന്ന് പറയുന്ന പോലെ തന്നെയായി. അത്രയും ഒരു കോമഡി സിറ്റുവേഷനിലേക്ക് എത്തും. എന്തോരം നാണക്കേടാവും. അപ്പം യൂണിറ്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്താ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പം പറഞ്ഞത് പ്രകാശവേഗവും അപവർത്തനാങ്കവും പഠിച്ചു? പ്രകാശിക സാന്ദ്രതയും പഠിച്ചു. ഇനി പ്രകാശിക സാന്ദ്രത, അപവർത്തനാങ്കം, അതേപോലെ തന്നെ പ്രകാശവേഗം നമ്മൾ ബന്ധം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പ്രകാശവേഗം കൂടിയ സ്ഥലങ്ങളിൽ അപവർത്തനാങ്കം കുറവായിരിക്കും. അതായത് അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമങ്ങളിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപ്പോൾ പ്രകാശവേഗം കൂടിയ സ്ഥലത്ത് അപവർത്തനാങ്കം കുറവായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു ഗ്ലാമോ ഗ്ലാമർ ദിയ പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇങ്ങനെ ഒരു ഏരോ ഇട്ടിട്ട് തല അങ്ങോട്ടിട്ട് അവിടെ ആരാണ് സ്പീഡ് കൂടുതലായിരിക്കുക, എയർ. ഇങ്ങനെ ഇട്ടാൽ ഓടി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കുക, ഡയമണ്ട്. അപ്പോൾ സ്പീഡ് കൂടുതലുള്ള ആർക്ക് എന്ത് കുറവായിരിക്കും? അപവർത്തനാങ്കം കുറവായിരിക്കും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എങ്ങനെ തന്നെ വരയ്ക്കണം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എങ്ങനെ തന്നെ വരയ്ക്കണം? ഇൻഡെക്സും എങ്ങനെ തന്നെ വരയ്ക്കണം? ഇതേ ഓർഡറിൽ തന്നെ വരയ്ക്കണം. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ആൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വരകൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഏത് ഭാഗത്തേക്കാ തല എന്നുള്ള ഓർത്ത് വെക്കുക. 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെ പറയാം? സ്പീഡ് കൂടുതലുള്ള ആൾക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. അയാൾക്ക് എന്തും കുറവായിരിക്കും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇനി സ്പീഡ് കുറവുള്ള ആൾക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അവിടെ അയാൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണല്ലോ, ഐഡിയ കിട്ടിയല്ലോ. അവൻ ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുത്താം. നമ്മളിപ്പോൾ ലൈറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാവും, ലൈറ്റ് നമ്മളെ ഇത്ര 3 പോയിന്റ് പഠിച്ചിട്ട് ഇങ്ങനൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു വെളിച്ചം എന്ത് ചെയ്യുന്നു? ഫാൾ ചെയ്യുന്നു. അത് വെളിച്ചം എവിടെ? അതായത് സർഫേസ് ഓഫ് സെപ്പറേഷൻ, അതായത് ഈ വിഭജന തലത്തിൽ എത്തുന്ന വരെയുള്ള ഇതിനാണ് എന്ത് പറയാ? ഇൻസിഡന്റ് റേ, അല്ലെങ്കിൽ പതനരശ്മി. അതായത് വന്ന് തട്ടുന്ന വരെയുള്ളതിന് പതനരശ്മി. ഇനി തട്ടിയിട്ട് തെറിച്ചു പോകുന്ന ആൾക്ക് എന്ത് പറയും? തട്ടിയിട്ട് മറ്റൊരു മാധ്യമത്തിലേക്ക് തെറിച്ചു പോകുന്ന ആൾക്ക് എന്ത് പറയും? റിഫ്രാക്റ്റഡ് റേ, അല്ലെങ്കിൽ അപവർത്തന രശ്മി. പതനരശ്മി, അപവർത്തന രശ്മി, ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ. ഇനി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നേരെ വരയ്ക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് പറയും? നോർമൽ എന്ന് പറയും. 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ആൾക്ക് എന്ത് പറയും? നോർമൽ എന്ന് പറയും. അപ്പൊ ഇവിടെ ആരാണ്? എൻ ഡാഷ് ആണ് നമ്മൾ നോർമൽ വരുന്നത്. എൻ ഡാഷ് ആണ് നമ്മളെ എന്ത് വരുന്നത്? നോർമൽ വരുന്നത്. ഓക്കെ, പതനരശ്മി, അപവർത്തന രശ്മി, നോർമൽ. ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മളെ നോർമലുമായി തട്ടിത്തെറിച്ച് പോകുന്ന റേ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അല്ലെങ്കിൽ അപവർത്തന കോൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് എടുത്താം. നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം? ഒരു ഓവർവ്യൂ തന്നിട്ട് പോവാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് പഠിക്കേണ്ടി വരും? ഈ അപവർത്തനത്തിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ, നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന കുറച്ച് സാധനങ്ങൾ പഠിക്കേണ്ടാവും. പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ അപവർത്തനാങ്കം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അപവർത്തനാങ്കം, അല്ലെങ്കിൽ
എല്ലാം കൂടി ഒരു കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ചരിയും, കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ ചരിയും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ഒരു ചാൻസ് ചോദിച്ചാൽ അങ്ങനെ എന്ത് പറയും? അതായത് നമ്മളൊരു മാധ്യമം എടുത്തു, ഇവിടെ എയർ, ഇവിടെയും എയർ. അപ്പോൾ എയറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എന്താണ് അവസ്ഥ ഉണ്ടാവുക? ഇത് രണ്ടിൻ്റെ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് ചരിഞ്ഞു പോകില്ല, നേരെ തന്നെ പോകും. ഓക്കെ, അതും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ.